നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. സാധാരണ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാണ് ജാതകം കുറിക്കുക അല്ലെങ്കിൽ തലക്കുറി എഴുതിയ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് പലരും ചിന്തിക്കാറില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ സാധാരണയായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് സിസേറിയൻ ഡെലിവറി എല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ മുഹൂർത്തം കുറിച്ചിട്ട് ആണ് പ്രസവം നടക്കുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും പണ്ട് രാവണൻ ഇന്ദ്രജിത്തിന് ജനനസമയത്ത് ഗ്രഹങ്ങളെല്ലാം കെട്ടിയിട്ട് പ്രസവം നടത്തിയിട്ട് ആ സമയത്ത് ശനി മറ്റൊരു രാശിയിലേക്ക് കാല് മാറ്റി വെച്ചതുകൊണ്ട് ഇന്ദ്രജിത്ത് ആയുസ്സില്ലാതെ പോവുകയും ശനിയുടെ കാലും നഷ്ടപ്പെട്ട് ശനി മുടന്തനായി അല്ലെങ്കിൽ മന്ദനായി മാറി എന്നൊക്കെ ഒരു ഐതിഹ്യമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നല്ല സമയത്ത് ഡെലിവറി നടത്തിയാൽ അത് നല്ലത് തന്നെയായിരിക്കും. ആ ശനി മാറി കാലുകുത്തിയ ഒരു കഥ മാത്രമേ ഉള്ളൂ. ബാക്കി എപ്പോഴും അങ്ങനെ ശനിക്ക് മാറാനോ കാലുകുത്താനോ പറ്റില്ല. പ്ലാനറ്റ്സിന് ഒരു കൃത്യമായ മൂവ്മെൻ്റ് ഉണ്ട്. അത് രാവണൻ കാൽക്കുലേറ്റ് ചെയ്തതിനകത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയം വരില്ല. ഒരു ഗ്രഹത്തിനും അടുത്ത രാശിയിലേക്ക് പെട്ടെന്നെടുത്ത് മാറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൃത്യതയുടെ തെറ്റുവെന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ധാരാളം ഡെലിവറികളെല്ലാം ജ്യോത്സ്യന്മാർക്ക് അടുത്ത് വന്ന് ചോദിച്ച് സമയം കുറിച്ചിട്ടാണ് പാരൻസ് ഹോസ്പിറ്റലിൽ ടൈം പറയുന്നത്. മിക്കവാറും കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ചോദിച്ചിട്ട് വരാനായിട്ട് ഡോക്ടർമാരും അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രസവം തൊട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. പക്ഷേ പ്രസവത്തിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 9 മാസവും കൺസീവ് ചെയ്തപ്പോൾ തൊട്ട് ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടുകളും പ്രാർത്ഥനകളെല്ലാം നടത്തുകയാണെങ്കിൽ ഉത്തമ ഗ്രഹനിലയോടുകൂടിയ ഒരു കുട്ടി സ്വാഭാവികമായിട്ട് ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുഹൂർത്തം നോക്കാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രസവത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. മുഹൂർത്തം നോക്കിയിട്ടാണെങ്കിൽ പോലും ആ സമയത്ത് ഗ്രഹദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഓരോ ഗ്രഹങ്ങൾക്കും നവഗ്രഹങ്ങൾക്ക് ഉള്ള വഴിപാടുകൾ ചെയ്യുന്നത് കൂടാതെ കുടുംബ പരദേവത, മഹാവിഷ്ണു, പരമശിവൻ, ഗണപതി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂർത്തികൾക്കെല്ലാം ഭദ്രകാളി, ദുർഗ ഇങ്ങനെയുള്ള ദേവിമാർക്കുമൊക്കെ വഴിപാടുകൾ സമയാസമയങ്ങളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആരോഗ്യമുള്ള ഒരു കുട്ടി ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. 9 മാസവും നവഗ്രഹങ്ങൾക്ക് അർച്ചന അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് ഗ്രഹദോഷങ്ങളില്ലാതിരിക്കാനായിട്ട് നല്ലതാണ്. ഓരോ ഗ്രഹവുമാണ് കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നത്. ഓരോ ഘട്ടത്തിൽ ഓരോ അവയവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ജ്യോതിഷം പറയുന്നത്. കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശുക്രനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. സുന്ദരിയായ കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശുക്രൻ അനുകൂലമായിട്ടും ബലവാനായിട്ടൊക്കെ നിൽക്കണം ജാതകത്തിൽ. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബുധഗ്രഹത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാവേണ്ടതാണ്. ഹൃദയാരോഗ്യത്തിനായിട്ട് സൂര്യൻ്റെ ആനുകൂല്യമാണ് വേണ്ടത്. മനസ്സമാധാനവും ഓർമ്മശക്തിയൊക്കെ ഉള്ള കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചന്ദ്രന് ബലം ഉണ്ടായിരിക്കണം. എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവാനായിട്ട് ചൊവ്വ അനുകൂലമായിരിക്കണം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഇപ്പോൾ നല്ലോണം മുടി ഉണ്ടാവണമെങ്കിൽ ശനി അനുകൂലമായിരിക്കണം. അങ്ങനെ പല ഗ്രഹങ്ങളും പല കാര്യങ്ങളിലും നമ്മളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ എല്ലാം സ്വാധീനം കൊണ്ടാണ് പല കാര്യങ്ങളും ആരോഗ്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അത് വിരോധമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബലമില്ലാത്ത സ്ഥിതി അല്ലെങ്കിൽ നീചസ്ഥിതി അങ്ങനെയൊക്കെ വന്നാൽ അനിഷ്ടസ്ഥാനത്തുള്ള സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കുട്ടിയുടെ ആരോഗ്യം ആയുസ്സിനൊക്കെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഗ്രഹങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യാം. ക്ഷേത്രങ്ങളിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് കൂടാതെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ധാന്യങ്ങളുണ്ട്. അത് ഭക്ഷണത്തിൽ കഴിക്കാം, ദാനം ചെയ്യാം. ഇപ്പോൾ ശനി ദോഷത്തിന് പരിഹാരമായിട്ട് എള്ളാണ് എപ്പോഴും പറയുന്നത്. എള്ള് തിരി കത്തിക്കുക, ശനിയാഴ്ച വ്രതം എടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ സാധാരണ പറയാറുണ്ട്. ഈ എള്ളുണ്ട വേണമെങ്കിൽ കഴിക്കാം, എള്ളുണ്ട ദാനം ചെയ്യാം, എള്ള് പായസം നിവേദിക്കാം. അങ്ങനെ എള്ള് വെച്ചിട്ടുള്ള ഏത് വിഭവവും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വ്യാഴഗ്രഹത്തിൻ്റെ പ്രീതി ഉണ്ടാവാനായിട്ട് മധുരപലഹാരങ്ങളാണ് കഴിക്കാൻ പറയുന്നത്. ഡോക്ടർമാർ അത് കഴിക്കില്ലെന്നൊക്കെ പറയുമെങ്കിലും ആവശ്യത്തിനുള്ള മധുരം നമുക്ക് വേണ്ടതാണല്ലോ. അപ്പോൾ ലഡു നമ്മൾ കഴിച്ചില്ലെങ്കിലും ലഡു പോലുള്ള കടലപ്പരിപ്പ് മധുരവും കൂടി ചേർത്തിട്ടുള്ള സാധനം രണ്ടും വ്യാഴമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതെല്ലാം ദാനം ചെയ്യുന്നതൊക്കെ
ഗുണകരമാണ്. ഗ്രഹദോഷങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നല്ലതാണ്. ഇങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ ഗണപതിനെയാണ് ആദ്യം പ്രീതിപ്പെടുത്തേണ്ടത്. വിഘ്നങ്ങളും മുടക്കങ്ങളും ഒന്നുമില്ലാതെ കുഴപ്പമില്ലാതിരിക്കാൻ. അതുപോലെ തന്നെ അബോർഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേതുവാണ് ഈ അബോർഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം എപ്പോഴും ഗണപതിയെ കൊണ്ടാണ് പരിഹരിക്കാൻ പറയുന്നത്. അപ്പോൾ ഗണപതി ഹോമം, ഗണപതിക്ക് കറുകമാല, ഗണപതിക്ക് നാളികേര ഉടക്കൽ, ഗണപതി നാരങ്ങം നിവേദിക്കൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഗണപതിനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോ മാസവും ഒരു കൃത്യമായിട്ട് നമ്മൾ 9 മാസവും ചെയ്യാനുള്ളൊരു പദ്ധതി തയ്യാറാക്കി പോവുകയാണെങ്കിൽ എല്ലാ ഗർഭിണികൾക്കും, ഇപ്പോൾ ഹിന്ദുക്കൾക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ക്രിസ്ത്യാനികൾക്കും അവരുടേതായ കുടുംബപ്പള്ളി, ഇടവപ്പള്ളിയല്ല കുടുംബപ്പള്ളിയിലൊക്കെ നേർച്ചകളൊക്കെ വഴിപാടുകളൊക്കെ കഴിയുകയാണെങ്കിൽ അത് പാരമ്പര്യമനുസരിച്ചിട്ടുള്ള കുടുംബ പള്ളികളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും ചെയ്യുന്നൊരു അബദ്ധം, കുട്ടി ആണാണെങ്കിൽ ഈ കുട്ടിക്ക് ചോറൂണ് ഇന്ന ക്ഷേത്രത്തിൽ നടത്താം, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഇന്ന വഴിപാട് കഴിക്കാം, അല്ലെങ്കിൽ അടിമ കടത്താം, അല്ലെങ്കിൽ പല പല വഴിപാടുകൾ ഇങ്ങനെ നേരാറുണ്ട്. അങ്ങനെ ഒന്നും നേരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഇത്തരം നേർച്ച വഴിപാടുകളുള്ള കുട്ടികളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാതെ, അല്ലെങ്കിൽ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, പരദേവതയായിട്ടുള്ള ഗ്രഹം അനുകൂലമല്ലാതെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം വഴിപാടുകളൊന്നും നമ്മൾ നേർന്നു വെക്കരുത്. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആൺകുട്ടിയാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഗുരുവായൂരപ്പന് പാൽപ്പായസം ഇപ്പോഴേ കൊടുക്കുക. കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാൽപ്പായസം എന്ത് വേണമെങ്കിലും പിന്നീട് കഴിക്കാം, ചോറൂണ് അല്ലെങ്കിൽ തുലാഭാരം എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ അതൊന്നും അഡ്വാൻസ് ആയിട്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ആണാവണം പെണ്ണാവണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യരുത്. കാരണം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടാവും. ഒരു ഫാമിലി ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഒരു ഫാമിലി ആൺകുട്ടി കഴിഞ്ഞാൽ അവരൊരു നേർച്ച നേർന്നിരുന്നു, പക്ഷെ പെണ്ണായിപ്പോയി. അപ്പോൾ അവർക്കത് നടത്താൻ പറ്റിയില്ല. പിന്നീട് ആ ഫാമിലി തന്നെ ആ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. പിന്നെ അവർ പോയിട്ട് പ്രായശ്ചിത്തം കഴിക്കുകയും വഴിപാടുകളൊക്കെ കഴിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവരുടെ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായത്. അതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കുട്ടികളുണ്ടാവാനായിട്ട് തടസ്സമുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ പണ്ട് നേർന്ന ഒരു നേർച്ച, നടക്കാൻ സാധ്യതയില്ലാത്ത നേർച്ച, നമ്മുടെ അത്യാഗ്രഹം അല്ലെങ്കിൽ അമിതമായ ആഗ്രഹം കൊണ്ട് നേർന്നത് ഈ കുട്ടിയുടെ ജീവിതം മുഴുവൻ ദുരിതമായിട്ട് തീരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കുട്ടി നല്ല ഗ്രഹനിലയോടുകൂടി നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും എനർജറ്റിക് ആയിട്ടുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ഫാമിലിയും കുടുംബവും നാടും എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവാനായിട്ട് അത് ഉപകാരപ്പെടുന്നതാണ്. ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ധാന്യങ്ങൾ നമുക്ക് ദാനം ചെയ്യാം, ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഈ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നവധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അതെല്ലാം ദാനം ചെയ്യുക, നവധാന്യം ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സൂര്യന് ചുവപ്പാണ് നിറം, ചുവന്ന വസ്ത്രം ദാനം ചെയ്യാം. സൂര്യഗ്രഹത്തിന് ചുവപ്പ് ചാർത്താം. ചന്ദ്രനാണെങ്കിൽ വെള്ളയാണ്. ഇപ്പോൾ വെള്ള വസ്ത്രം ചാർത്തുന്നതും വെള്ള വസ്ത്രം ദാനം ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ചുവക്കും അതുപോലെ തന്നെ ചുവപ്പാണ്, അത് ഗ്രഹത്തിന് ചാർത്താം, ദാനം ചെയ്യാം. ബുധനാണെങ്കിൽ പച്ചയാണ്, പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കാം, നമ്മൾ സ്വയം ധരിക്കാം, അല്ലെങ്കിൽ ഗ്രഹത്തിന് ചാർത്താം, ദാനം ചെയ്യാം. ബുധന് വേണ്ടിയിട്ടുള്ള ധാന്യം ചെറുപയറാണ്, അത് കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ദാനം ചെയ്യാവുന്നതാണ്. വ്യാഴത്തിനാണെങ്കിൽ മഞ്ഞയാണ്, മഞ്ഞ കടലയും മഞ്ഞ മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതും മഞ്ഞ വസ്ത്രം ചാർത്തുന്നതും ധരിക്കുന്നതെല്ലാം വ്യാഴത്തിന് പ്രീതി കിട്ടാനായിട്ട് നല്ലതാണ്. ശുക്രൻ്റെ നിറം വെള്ളയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ള തിളങ്ങുന്ന കളറിലുള്ള സിൽവർ പോലുള്ള ഇതൊക്കെയാണ് കൂടുതലായിട്ട് നല്ലത്. പാല് പോലത്തെ വെള്ളയേക്കാൾ ഉപരി തിളക്കമുള്ള ഗ്ലിറ്ററിങ് ആയിട്ടുള്ള വൈറ്റ് ചാർത്തുക, ഗ്രഹത്തിന് ദാനം ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ശനിയുടെ നീലയോ കറുപ്പോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട്. രാഹുവിനാണെങ്കിൽ ബ്രൗൺ കളറാണ്. കേതുവിനാണെങ്കിൽ ഒരു പാമ്പിൻ്റെ പോലത്തെ ഡിസൈനൊക്കെ ഉള്ളതൊക്കെ കേതുവിനായിട്ട് കണക്കാക്കാറുണ്ട്. ചൊവ്വയുടെ നിറം തന്നെയാണ്, ചൊവ്വയെ പോലെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ചുവപ്പ് നിറത്തുള്ള ഗ്രഹം
അല്ല വസ്ത്രം ചാർത്തുന്നതൊക്കെ നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം പുത്തനായിട്ട് ഒരു രത്നവും ധരിക്കരുത്. ധരിച്ചുകൊണ്ടിരിക്കുന്ന രത്നം വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ വളരെ കൃത്യമായിട്ട് അത് ഒരു ജ്യോത്സ്യൻ്റെ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രമേ രത്നങ്ങൾ അഴിച്ചു വെക്കാനോ ധരിക്കാനോ പാടുള്ളൂ. ചിലപ്പോൾ അത് കുഴപ്പമായി മാറാനുള്ള സാധ്യതയുണ്ട്. വ്യാഴമാണ് സന്താനകാരകനായിട്ടുള്ള ഗ്രഹം. ഇപ്പോൾ ധാരാളമായിട്ട് ആൾക്കാർ വജ്രം ധരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷത്തിന് ചിലപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ടൊന്നും ആ കാലത്ത് ഒട്ടും ധരിക്കാൻ പാടില്ലാത്തതാണ്. ചിലപ്പോൾ അത് വിപരീതമായിട്ടുള്ള ഫലങ്ങളുണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ധരിക്കാനായിട്ട്. ഗർഭിണി ആവാൻ വേണ്ടിയിട്ട് ധരിച്ചേക്കുന്നതാണെങ്കിൽ പുഷ്യരാഗം പോലുള്ള രത്നങ്ങളൊക്കെ ഗർഭം ആവാനായിട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു കാരണവശാലും ഈ സമയത്ത് പെട്ടെന്ന് കൺസീവ് ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് അഴിച്ച് മാറ്റുകയോ ഒഴിവാക്കുകയോ ഒന്നും ചെയ്യരുത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തിയേറ്ററിലേക്ക് പോകുമ്പോൾ അത് മാറ്റാം. തീർച്ചയായിട്ടും ഡോക്ടർമാരത് മാറ്റാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ അത് ആ സമയത്ത് ഊരിയാൽ കുഴപ്പമുണ്ടാവുമെന്ന് ഭയപ്പെട്ടതായിട്ട് എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഊരിയൊക്കെ രാത്രിയൊക്കെ ഊരി വെച്ചിട്ടുണ്ടെന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എപ്പോൾ ധരിക്കുന്നു അപ്പോൾ ഗുണം ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. അഴിച്ചു വെക്കുന്നുണ്ട് ദോഷമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല കുട്ടി അല്ലെങ്കിൽ നല്ല സന്താനം ഉണ്ടാവാനായിട്ട് എപ്പോഴും പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഈ മാർഗങ്ങൾ പലർക്കും അറിയില്ല. അത് പല കാരണന്മാരും പണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ പലർക്കും അതിനകത്ത് വിശ്വാസമൊക്കെ കുറവാണ്. ഭക്തി വിശ്വാസമൊക്കെ കുറവായതുകൊണ്ട് എങ്ങനെ സംഭവിക്കുമോ, മരുന്നൊക്കെ കഴിച്ചാൽ മാത്രം മതി എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും. മരുന്നും മന്ത്രവും എന്നാണല്ലോ നമ്മുടെ പണ്ട് തൊട്ടുള്ള ചൊല്ല് തന്നെ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാരൻസ് എത്ര വഴിപാടുകളും നേർച്ചകളും നേർന്നിട്ടായിരിക്കും കുട്ടി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഈ 9 മാസം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുട്ടി വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള പാടുകൾ വളരെയധികം കുറയുകയും ചെയ്യുന്നതാണ്. ഒരു കുട്ടി നല്ല നിലയിലേക്ക് എത്താനായിട്ട് 18-20 വർഷം കൊണ്ടായിരിക്കും പാരൻസ് വളർത്തിയെടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ 9 മാസം നമ്മൾ തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. ആ കാലവും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യവും വളരെ സുഖകരമായി തീരുകയും ചെയ്യും.